ശബരിമല സ്വർണ്ണമോഷണ കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടത് മാത്രമല്ല തട്ടിപ്പ് നടത്തിയതിന്റെ വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബംഗളൂരിലെത്തിച്ച് SIT പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നു. ആ തെളിവെടുപ്പിലാണ് ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച് ബംഗളൂരിൽ കൊണ്ട് കർണാടകയിലെ സ്വർണ്ണ വ്യാപാരി ബെല്ലാരിയിലെ വ്യാപാരിയായ ഗോവർദ്ധന് വിറ്റ തെളിവുകൾ, അതായത് 476 ഗ്രാം സ്വർണം പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തത്. അതിനുശേഷം ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ നിർണായകമായ പല രേഖകളാണ് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. അതായത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്, ഭൂമി ഇടപാടുകൾ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട്. ആ ഭൂമി ഇടപാടുകളിലൂടെ കെട്ടിച്ചമച്ച വ്യാജരേഖകളിലൂടെ നടത്തിയ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ, തെളിവുകളൊക്കെ പ്രത്യേക അന്വേഷണം ശേഖരിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന ചോദ്യം ചെയ്യൽ ഏത് രീതിയിലായിരിക്കുമെന്ന് ഇന്ന് നിർഭൻ ചക്രവർത്തി കൂടി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. നിർഭൻ, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ ഗുഡ് മോർണിംഗ് പറയാൻ ഞാൻ വിട്ടുപോയിരുന്നു. നേരത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ചില വാർത്തകൾക്കിടയിൽ ഈ സുപ്രഭാതം നേരാൻ മറന്നുപോയി. എന്നിരുന്നാലും വിനിഷയുടെ രാവിലത്തെ പ്രഭാത വന്ദനത്തിന് തിരിച്ചും ആശംസകൾ നേരുന്നു. എല്ലാ പ്രേക്ഷകർക്കും സുപ്രഭാതം നേരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ SIT സംഘത്തിൻ്റെ പരിശോധനയാണ്. അത് വിനിഷ തന്നെ അതുമായി ബന്ധപ്പെട്ട മുഖവരിയായ സൂചനകൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള പരിശോധന റെയ്ഡുമൊക്കെ നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ബംഗളൂരിലുള്ള ഫ്ലാറ്റിൽ, അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിൽ 13 മണിക്കൂറാണ് SIT സംഘം പരിശോധന നടത്തിയത്. ആ SIT സംഘം നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകൾ കണ്ടെടുത്തു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തിൻ്റെ ഈ തരത്തിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ബിസിനസ്സുകൾ, റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ അദ്ദേഹത്തിനുണ്ട്. ഒപ്പം തന്നെ പണം പലിശയ്ക്ക് കൊടുക്കുകയും ചെറിയ അളവിൽ പലിശ കൊടുത്തു തുടങ്ങി അത് കഴിഞ്ഞ വൻ തുകയ്ക്ക് പലിശയ്ക്ക് കൊടുക്കുന്ന ഇടപാട് കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട് എന്നതാണ് അത് സംബന്ധിച്ച രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായിട്ടുള്ള ഒരു രമേഷ് ബാബു, അദ്ദേഹവുമായി ചേർന്നിട്ട് വലിയ തരത്തിലുള്ള വൻകിട ബിനാമി ബിസിനസ്സുകൾ ഇദ്ദേഹത്തിന് ഉണ്ട് എന്നതാണ്. അദ്ദേഹത്തിൻ്റെ രമേഷ് റാവുവിൻ്റെ ഭാര്യയെ ബിനാമിയാക്കിയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവുമായി നിരവധി ഇടപാടുകൾ ബാംഗ്ലൂരിലും ഒപ്പം തന്നെ കേരളത്തിലും ചെന്നൈയിലുമുണ്ട് എന്നതാണ് SIT സംഘം എടുത്ത രേഖയിൽ പറയുന്നത്. ആ പലതരത്തിലുള്ള രേഖകൾ 13 മണിക്കൂറോളം നീണ്ട പരിശോധനയിൽ ഇത് സംബന്ധിച്ച് ഇടപാടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ രേഖകൾ SIT സംഘം എടുത്തു. ഇതൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി SIT സംഘത്തിനോട് പറഞ്ഞു എന്നും തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ബിസിനസ്സുണ്ട്. ആ ബിസിനസ്സിൽ സമാഹരിച്ച പണം ഈ സ്വർണം കവർച്ചയുമായി ബന്ധപ്പെട്ട മുതൽ മുടക്കും ഒപ്പം തന്നെ പലതരത്തിലുള്ള പറ്റിപ്പും കബളിപ്പുമായി ബന്ധപ്പെട്ട് പണം ശേഖരിച്ചതാണോ എന്നത് സംബന്ധിച്ച് ഇനി കൂടുതൽ തെളിവുകൾ വ്യക്തമാക്കേണ്ടതാണ്. ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന് വഴിവിട്ട പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഇങ്ങനെ ചെന്നൈയിലും ബംഗളൂരിലുമൊക്കെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാരുമായി അദ്ദേഹത്തിന് ബന്ധം സ്ഥാപിക്കാൻ ആയതെന്നും ഇത്തരത്തിൽ വൻ തുകയുടെ പലിശ ഇടപാട് ഒക്കെ നടത്താൻ കഴിഞ്ഞ തരത്തിലുള്ള സാമ്പത്തികം എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നത് സംബന്ധിച്ച ദുരൂഹത തുടരുന്നുണ്ട്. അതാണ് അന്വേഷണം സംബന്ധിച്ച് SIT സംഘത്തിൻ്റെ നിർണായകമായ നീക്കങ്ങൾ. ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ബംഗളൂരിലും ചെന്നൈയിലും മാത്രമല്ല കേരളത്തിലും വൻ തുക പലർക്കും വായ്പയായും വൻ തുക പലിശയ്ക്കും നൽകിയിട്ടുണ്ട് എന്ന വിശദാംശങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച രേഖകൾ മുഴുവൻ SIT സംഘം കഴിഞ്ഞ ദിവസം ശേഖരിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക ഇഞ്ചക്കിലെ ഓഫീസിൽ തന്നെ എത്തിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തെ 30-ാം തീയതി വരെയാണ് അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി കാലാവധി ഉള്ളത് SIT സംഘത്തിന് മുന്നിൽ. ഇനി ഈ മുരാരി ബാബുവിനെ കൂടി ഒപ്പം ഇരുത്തി കസ്റ്റഡിയിൽ വാങ്ങി. ഇപ്പോൾ മുരാരി ബാബു റിമാൻഡിലാണ്. മുരാരി ബാബുവിനെ അടുത്ത ദിവസങ്ങളിൽ 29-നാണ് ആ കേസ് പരിഗണിക്കുക. കസ്റ്റഡിയിൽ വാങ്ങും, കസ്റ്റഡി അപേക്ഷ നൽകും. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി വീണ്ടും ചോദ്യം ചെയ്യുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ച് മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, ഇത്തരത്തിൽ ഇവർ വലിയ തരത്തിൽ സ്വർണം കൊള്ള ചെയ്യുന്നതിന് വേണ്ടി, സ്വർണം മോഷ്ടിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഇത്തരത്തിൽ സ്പോൺസർമാരെ കൊണ്ടുവരുന്നു, അത് സംബന്ധിച്ച് ഗൂഢാലോചനകൾ നടത്തുന്നു, അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകാമെന്ന അഭിപ്രായം പറയുന്നു. അതിനുശേഷം ഈ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയായി മാറി രേഖകളിൽ കൃത്രിമം നടത്തുന്നു. അതിന് പലതരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ തരത്തിലുള്ള ഒത്താശ ലഭിക്കുന്നു. ഇതിൽ സംബന്ധിച്ച ഒരു നെറ്റ്വർക്ക് സംബന്ധിച്ച വിശദാംശങ്ങൾ മുരാരി ബാബു പല കാര്യങ്ങളെ സംബന്ധിച്ച് ഇനിയും തുറന്നു പറയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒപ്പം ഇരുത്തി ഉള്ള ചോദ്യം ചെയ്തതിൽ കൂടുതൽ കാര്യങ്ങൾ വിശദമാകും. ഒപ്പം
ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ മുഴുവൻ ശേഖരിച്ച ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പലതരത്തിലുള്ള ബന്ധങ്ങൾ, പലതരത്തിലുള്ള ഇടപാടുകൾ, ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് മാഫിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, ഇത്തരം കാര്യങ്ങൾ കൂടി ശേഖരിച്ച ശേഷമാണ് ഈ ചോദ്യം ചെയ്യലിലെ രണ്ടാം ഘട്ടത്തിലേക്ക് SIT സംഘം കടക്കുക. ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്ത് ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി തുടർ നടപടികളിലേക്ക് SIT സംഘം വീണ്ടും കടക്കും. വിനീഷ്. ശരി നിർഭൻ, ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് തെളിവായി ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ തെളിവെടുപ്പുകളിൽ നിന്ന് ലഭിച്ച പ്രധാന രേഖകൾ, അതിൻ്റെ ചിത്രങ്ങൾ എല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യുക. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിർഭൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കവും SITയുടെ ഭാഗത്തുനിന്നുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മറ്റൊരു നീക്കം എന്ന് പറയുന്നത്, അത് ഗോവർദ്ധനെ കേന്ദ്രീകരിച്ച്, അതായത് കഴിഞ്ഞ ദിവസം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി എങ്ങനെ ശബരിമലയിൽ എത്തി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഈ ഗൂഢാലോചനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാഗവാക്കായിട്ടുണ്ടോ, ഭാഗവാക്കായി എന്ന് തെളിയിക്കുന്ന കൃത്യമായ തെളിവുകൾ ഇന്നലെ കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അത് പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചതാണ്. അപ്പോൾ ഏത് കാലം മുതലാണ്, എന്ന് മുതലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും തമ്മിലുള്ള ശബരിമലയിലെ ഇടപാടുകൾ, അത് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണവും സമഗ്രമായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.